വെൽക്കം ടു മൈ ജയ്പൂർ വ്ളോഗ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയൊരു ട്രിപ്പാണിത്. ഫ്രം ഡൽഹി ടു ജയ്പൂർ. രാജസ്ഥാൻ മൊത്തം മരുഭൂമി പോലാന്ന് വിചാരിച്ച ഞാൻ കണ്ടത് പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ രാജസ്ഥാനാണ്. അതിനിടയിൽ നല്ലൊരു മഴയും പെയ്തു. ആക്ച്വലി ഒരു ദിവസം കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ ജയ്പൂർ. നമ്മൾ ഉച്ചക്കാണ് ഡൽഹിയിൽ നിന്ന് തിരിച്ചത്. അതുകൊണ്ട് വൈകുന്നേരമായി ജയ്പൂർ എത്താൻ. ബസ് ഇറങ്ങി നേരെ മെട്രോയും പിടിച്ച് ബഡി ചോപ്പർ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ബഡി ചോപ്പറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ജയ്പൂരിലെ മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും. അങ്ങനെ റൂമിൽ പോയിട്ട് ഫ്രഷെല്ലായതിനു ശേഷം ആദ്യം തന്നെ പോയത് ഹവാ മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഹവാ മഹലിന് ചുറ്റും നമുക്ക് ഒരുപാട് ബസാറുകൾ കാണാൻ പറ്റും. ബാപ്പു ബസാർ, ജോഹരി ബസാർ, അങ്ങനെ രാജസ്ഥാനി തിങ്സ് ഷോപ്പ് ചെയ്യേണ്ടവർക്ക് പറ്റിയ സ്പോട്ടാണിത്. രാജസ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ ഹവാ മഹൽ. ഇവിടെ ഏകദേശം 900 മുകളിൽ കിളിവാതിലുകളുണ്ട്. ഒരുപാട് വാതിലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാറ്റ് അകത്തേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് ഇതിന് ഹവാ മഹൽ അഥവാ പാലസ് ഓഫ് വിൻസ് എന്നറിയപ്പെടുന്നത്. കൃഷ്ണഭക്തനായ രാജാവ് കൃഷ്ണന്റെ കിരീടത്തിന്റെ ഷേപ്പിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. രാജകുമാരികൾ പൊതുജനങ്ങളെ കാണാതെ പുറത്തെ ഉത്സവങ്ങളും തിരക്കുകളും നോക്കിക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനലുകൾ വെച്ചിരിക്കുന്നത്. ഹവാ മഹൽ രാത്രി കാണാൻ നല്ല അടിപൊളിയാണ്. അതുമാത്രമല്ല നല്ല തിരക്കും ഉണ്ട് രാത്രി സമയങ്ങളിൽ. പിന്നെ നമ്മൾ കുറച്ചു നേരം ജയ്പൂർ ടൗൺ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന്. ജയ്പൂർ ടൗൺ രാത്രി കാണാൻ നല്ല അടിപൊളിയാണ്, ഒരു പ്രത്യേകതരം വൈബാണ്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ജൽമഹലാണ്. ഹവാ മഹലിൽ നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഈ ജൽമഹലിലേക്ക്. ജൽമഹൽ ഇവിടുത്തെ മാൻസാഗർ തടാകത്തിന്റെ നടുവിലായിട്ടാണുള്ളത്. 18-ാം നൂറ്റാണ്ടിൽ മഹാരാജ മാധോ സിംഗ് ഒരു വിശ്രമ കേന്ദ്രമായും വേട്ടയാടൽ കേന്ദ്രമായും നിർമ്മിച്ചതാണിത്. തടാകത്തിൽ വെള്ളം നിറയുന്ന സമയത്ത് 5 നിലകളിൽ 4 എണ്ണം വെള്ളത്തിനടിയിലാവും. ഈ കാണുന്ന കുന്ന് ആരവല്ലിയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് പോകാൻ അങ്ങനെ ബോട്ട് സർവീസും കാര്യങ്ങളൊന്നുമില്ല, പോകാൻ പറ്റില്ല. നമുക്ക് ദൂരെ നിന്ന് ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഇപ്പം മഹലിൻ്റെ ഒരു നില മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലാണ്. രാജസ്ഥാനിൽ എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ കുറേ പ്രാവിൻ്റെ കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നേരെ പോയത് ആംബർ ഫോർട്ടിലേക്കാണ്. തൻ്റെ 12 ഭാര്യമാർക്ക് വേണ്ടി 12 മണിയറകളോടുകൂടി നിർമ്മിച്ച കൊട്ടാരം. ഓരോ മണിയറയിലേക്കുള്ള വഴി മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കൊട്ടാരം. രാജസ്ഥാനിൽ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കോട്ടയാണിത്. ജയ്പൂരിലെ ആറാവലി മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു മുഗൾ ശില്പകലയുടെ ഒരു സമന്വയമാണ് ഈ കോട്ട. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് ശീഷ് മഹൽ. ഇതിന്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് വഴി കയറാം, അല്ലെങ്കിൽ ആന, ടാക്സി അങ്ങനെയുള്ള സർവീസുകളുണ്ട്. സ്റ്റെപ്പ് ആണെങ്കിൽ ഒരുപാട് കയറാനുണ്ട് സ്റ്റെപ്പുകൾ. മാവോദ തടാകം ഈ കോട്ടയുടെ പ്രധാന ജലസ്രോതസ്സാണ്. ഇവിടുത്തെ ശീഷ് മഹൽ ആയിരക്കണക്കിന് ചെറു കണ്ണാടികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. രാജകീയ അനുഭവം ശരിക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു തരം കോട്ടയാണിത്. ചുവന്ന മണൽക്കല്ലുകളും വെളുത്ത മാർബിളുകളും ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയത് ആംബർകോട്ടയ്ക്ക് സമീപത്തുള്ള ഒരു പന്നമീന കുന്നിലേക്കാണ്. ഇതൊരു കിണറാണ്. ഒരു കാലത്ത് നാട്ടുകാർ വെള്ളം എടുക്കാനും കൂടിച്ചേരാനും വിശ്രമിക്കാനും ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. പിന്നെ നമ്മൾ പോയത് നാഹർഗഡ് ഫോർട്ടിലേക്കാണ്. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ജയ്പൂരിന്റെ പിങ്ക് നിറത്തിലുള്ള ആ സിറ്റി മൊത്തം കാണാൻ വേണ്ടി പറ്റും. ഇത് പണ്ട് ആംബർ കോട്ടയും ജയ്ഗഡ് കോട്ടയും ബന്ധിപ്പിച്ചുകൊണ്ട് ജയ്പൂരിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ശക്തമായ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. ഇവിടെ ശരിക്കും സൺസെറ്റിന്റെ സമയത്ത് വരുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ വന്നാലും നമുക്ക് നല്ല കാറ്റും ഒരു നിശബ്ദതയും അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ വരുവാണെങ്കിൽ നമുക്ക് സിറ്റിന്റെ വ്യൂ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ജയ്പൂരിൽ മിക്കതും ഇങ്ങനത്തെ കോട്ടകളും മറ്റുമാണ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഫോർട്ടുകളും ഇങ്ങനെ ചരിത്രമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ആണെങ്കിൽ ജയ്പൂരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ജയ്പൂർ അറിയപ്പെടുന്ന തന്നെ കോട്ടകളുടെ നഗരം എന്നാണ്.
നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത്. ഇവിടുന്ന് തിരിച്ചിറങ്ങുന്ന വഴി നല്ല രസമാണ് കേട്ടോ. നിറയെ മയിലുകളെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പോയത് ബിർള മന്ദിറിലേക്കാണ്. ഫുൾ വൈറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണത്. അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു, കാരണം നല്ല കാറ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജയ്പൂർ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ.